വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ് കായ്പോള. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. നമുക്ക് ഇഫ്താർ സ്പെഷ്യലായ ഈ മലബാർ ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം, പഴുത്തത് പക്ഷെ വല്ലാതെ പഴുത്തതല്ല, ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ആ പഴത്തിനെ നമുക്ക് ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നടുവേ കീറിയത് ഒരു സ്ലൈറ്റ്ലി ഗോൾഡൻ ആവുന്ന വരെ ഒന്ന് വഴറ്റാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ചേർത്ത് അതൊന്ന് പഫ്ഡപ്പ് ആവുമ്പം നമുക്കത് നെയ്യിൽ നിന്ന് മാറ്റി ഒരു ഭാഗത്ത് വെക്കാം. ഇതേ നെയ്യിലേക്ക് നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പരന്ന പാൻ എടുത്തിരിക്കുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കതിനെ ചെറിയ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ഇടയിലിടയിൽ ഇതുപോലെ ഒന്ന് അതിനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചെറിയ പാൻ ആണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്. പഞ്ചസാര നിങ്ങൾക്ക് കുറച്ചും കൂടി വേണം തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ വല്ലാതെ മധുരമുള്ളൊരു പലഹാരം അല്ല ഇതെന്ന് ഓർക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് വാട്ടി വെച്ച നമ്മുടെ പഴവും കാഷ്യൂ റേസിൻസ് വറുത്ത് വെച്ചതിൻ്റെ പകുതി ഭാഗവും കൂടി ആഡ് ചെയ്യാം. അത് ഇതിൽ റെക്കോർഡായിട്ടില്ല, പക്ഷെ നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചുവട് കട്ടിയുള്ള ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അതൊന്ന് ഉരുകിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എഗ് മിക്സ്ചർ അതിലേക്ക് ഒഴിക്കാം. ചുവട് കട്ടിയില്ലാത്തൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിലൊരു പാന് വെച്ചിട്ട് വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് ഒരു 25 മിനിറ്റാണ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് ബാക്കിയുള്ള റേസിൻസും കാഷ്യൂസും ഒക്കെ അതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള സമയം കൂടി കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒരു 2 മിനിറ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ ആക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ചൂട് ചായയുടെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിനി ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് മുറിച്ച് നോക്കാം. എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ ആ ലെയേഴ്സ്, പഴത്തിൻ്റെ പീസും മുട്ടയുടെ ലെയറും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.